കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ നിർത്തിയിട്ട കാറിൽ നിന്നും 40 ലക്ഷം രൂപ കവർന്നതായി പരാതി. സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട കാറിന്റെ ഗ്ലാസ് തകർത്താണ് കവർച്ച. ആനക്കുഴിക്കര സ്വദേശി റഹീസിന്റെ പണമാണ് നഷ്ടമായത്. ലക്ഷ്മിയുണ്ട് വിവരങ്ങളുമായി. ലക്ഷ്മി, ഇതെന്തായിരുന്നു സംഭവം? ഇന്നലെ രാത്രിയോടെയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. അതായത് സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട കാറിൻ്റെ ഡോർ ഇടിച്ച് തകർത്തുകൊണ്ടാണ് അതിലുണ്ടായിരുന്ന പണം 40 ലക്ഷം രൂപ കവർന്നെടുത്തിട്ടുള്ളത്. ഏതായാലും പോലീസ് ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഇതിൻ്റെ അതായത് പണം നഷ്ടപ്പെട്ട റഹീസ് പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസിന് പ്രധാന ഒരു സംശയം തോന്നിയത് ഈ 40 ലക്ഷം രൂപ ഒരു 2 ചാക്കുകൾ കെട്ടിയാണ് ഈ ഒരു കാറിൽ സൂക്ഷിച്ചിരുന്നതെന്നാണ് റഹീസ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ചാക്കിൽ കെട്ടിയിട്ട് എന്തുകൊണ്ടാണ് ഇത്രയേറെ പണം ചാക്കിൽ കെട്ടി സൂക്ഷിച്ചതെന്നടക്കമുള്ള കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ്. ഈ പോലീസിന് CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതായത് ബൈക്കിലെത്തിയ 2 യുവാക്കൾ ഈ ഒരു 2 ചാക്കുകളിലായി ഈ പണം കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ദൃശ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം നടത്തുകയാണ്. എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഈ ഒരു കവർച്ച നടത്തിയെന്ന അടക്കമുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനി അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പറയാൻ കഴിയുള്ളൂ. ഏതായാലും കോഴിക്കോടിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് വൈകുന്നേരങ്ങളിൽ കാർ നിർത്തിയിട്ട് പോവുകയും പുലർച്ചെ വരുമ്പോഴേക്കും അല്ലെങ്കിൽ ആശുപത്രി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടടക്കം ഈ ഒരു പരിസരത്ത് മറ്റു വാഹനങ്ങൾ നിർത്തിയിട്ട് പോകുന്ന ആളുകളുണ്ട്. പക്ഷേ തിരിച്ചു വരുന്ന സമയത്ത് കാറിലുണ്ടായിരുന്ന മറ്റ് മൊബൈൽ ഫോണുകൾ അടക്കമുള്ള സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവങ്ങളും ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഒരു 40 ലക്ഷം രൂപയാണ് കഴിഞ്ഞ ദിവസം ഈ റഹീസിന്റെ കാണാതായിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയാണ്. ഈ പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്.